പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ വിവാദ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്നും നീക്കി. രാഹുൽ ഗാന്ധി രാജ്യത്തെ ഹിന്ദുക്കളെ അപമാനിച്ചെന്നാരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ശക്തമായ രീതിയിൽ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് പ്രസംഗം രേഖകളിൽ നിന്നും നീക്കിയത്. ഹിന്ദുക്കളെന്ന് നടിക്കുന്നവർ വെറുപ്പ് പ്രചരിപ്പിക്കുന്നെന്നായിരുന്നു ഭരണപക്ഷത്തെയും BJPയും ഉന്നമിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി സഭയിൽ പറഞ്ഞത്. പരമശിവന്റെ ചിത്രത്തിലെ അഭയമുദ്ര ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തന്റെ ആദ്യത്തെ ദീർഘമായ പ്രസംഗം രാഹുൽ ഗാന്ധി ആരംഭിച്ചത്. അഭയമുദ്രയാണ് കോൺഗ്രസിന്റെയും ചിഹ്നം. അഭയമുദ്രയിലൂടെ ഭഗവാൻ തരുന്നത് ആരെയും ഭയക്കരുതെന്ന സന്ദേശമാണ്. എല്ലാ മതങ്ങളും അതാണ് പഠിപ്പിക്കുന്നത്. ഹിന്ദുമതം അഹിംസയുടെയും സത്യത്തിന്റെയും മതമാണെന്നും, എന്നാൽ ഇവിടെ ഹിന്ദുക്കളെന്ന് സ്വയം അവകാശപ്പെടുന്ന ചിലർ വെറുപ്പും ഹിംസയും അസത്യവും പ്രചരിപ്പിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാൽ രാഹുൽ ഗാന്ധി രാജ്യത്തെ മൊത്തം ഹിന്ദുക്കളെയുമാണ് അപമാനിച്ചതെന്ന അവകാശവാദവുമായി നരേന്ദ്രമോദിയും അമിത്ഷായും രംഗത്ത് വരികയായിരുന്നു. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭരണപക്ഷമൊന്നാകെ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. രേഖകളിൽ നിന്നും നീക്കിയ ഭാഗങ്ങൾ BJP RSS സംഘടനകൾക്കെതിരെയുള്ള രാഹുലിന്റെ ചില പരാമർശങ്ങളുമുണ്ട്. കോർപ്പറേറ്റുകളായ അംബാനി, അദാനി എന്നിവരെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളും ന്യൂനപക്ഷങ്ങളെ BJP ആക്രമിക്കുന്നുവെന്ന പരാമർശങ്ങളുമാണ് നീക്കിയത്. ഇതിനു പുറമെ അഗ്നിവീർ പദ്ധതി സൈന്യത്തിന്റേതല്ല, അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റേതാണെന്നും നീറ്റ് പരീക്ഷ സമ്പന്നർക്ക് മാത്രമുള്ളതാണ്, നന്നായി പഠിച്ചു വരുന്നവർക്ക് സ്ഥാനമില്ലെന്ന ഭാഗങ്ങളും സഭാരേഖകളിൽ നിന്നും ഒഴിവാക്കി. ഇതിനെതിരെയാണ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത്. നന്ദി പ്രമേയ ചർച്ചയിലെ തന്റെ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ പാർലമെന്റ് രേഖകളിൽ നിന്ന് നീക്കം ചെയ്തതിനെതിരെ സ്പീക്കർക്ക് കത്തയച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. നീക്കം ചെയ്ത ഭാഗങ്ങൾ ചട്ടം 380ന്റെ പരിധിയിൽ വരുന്നതല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്തയച്ചിരിക്കുന്നത്. താൻ സഭയിൽ പറഞ്ഞതെല്ലാം വസ്തുതാപരമായ കാര്യങ്ങളാണെന്നും ഒഴിവാക്കിയ പരാമർശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും രാഹുൽ ഗാന്ധി കത്തിൽ ആവശ്യപ്പെട്ടു. BJPക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുള്ള ആ പ്രസംഗം കൂടുതൽ മൂല്യവത്താകുന്നത് അതിൽ മുഴങ്ങിയത് ജനാധിപത്യത്തിന്റെ ശബ്ദമാണ് എന്നതുകൊണ്ടാണ്. ഭരണഘടനയോടും രാജ്യത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങളോടും അത് കാട്ടിയ ആദരവ് കൊണ്ടുകൂടിയാണ്. പുതിയ രാഹുൽ ഗാന്ധിയെ BJP എത്രമാത്രം ഭയപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് രാഹുലിന്റെ പ്രസംഗത്തിനിടയിൽ മോദി തന്നെ പ്രതിഷേധവുമായി എഴുന്നേറ്റത്. ആരെയും ഭയമില്ലെന്നും ഭയപ്പെടുത്തുന്നതല്ല തന്റെ രാഷ്ട്രീയമെന്നും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞ പോരാളിയെയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള കന്നി പ്രസംഗത്തിൽ തന്നെ രാഹുൽ ഗാന്ധി BJPക്ക് കാണിച്ചു കൊടുത്തത്.